നെയ്തി കിട്ടാൻ വൈകുത്രേ, എന്താന്നാവോ? നല്ല തിരക്ക്. രണ്ടുപേരുടെ ഭാഗ്യസ്വത്തം കൂടി കഴിപ്പിച്ചിട്ടുണ്ട്. താനീ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. എന്തിന്? ഇത് ഞാൻ തിരിച്ചു കാണിക്കണ്ടേ? എടാ, ഒരു കല്യാണത്തിന് ഞാൻ 100% മെന്റലി റെഡി അല്ല. അടുത്ത ആഴ്ച നമ്മുടെ കല്യാണാ. അപ്പൊ അടുത്ത ആഴ്ച മുതൽ ഇയാൾ എന്റെ ഭാര്യ. മീൻസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ? ഇയാളുടെ മനസ്സിൽ എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ. എന്റെ ലൈഫിൽ എന്റെ അച്ഛൻ, അമ്മ, പിന്നെ എന്റെ അനിയത്തി, ഇവരല്ലാതെ അങ്ങനെ വേറെ ആരും ഉണ്ടായിട്ടില്ല മീൻസ് ഇവരാണല്ലോ കോൺസ്റ്റൻസ്. ഇപ്പൊ അതിലേക്ക് ഒരു പുതിയ ആളും കൂടെ വരുമല്ലേ. അപ്പൊ ഈ പ്രയോറിറ്റീസിൽ വരുന്ന ഷിഫ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടുത്തമില്ല. എനിക്ക് ഇയാളുടെ അവസ്ഥ മനസ്സിലാവും. എന്റെ ഒരു ഓർമ്മയില് എനിക്ക് വീട് വിട്ട് നിൽക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനും എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച മുതൽ എന്റെ സ്വന്തം വീട്ടില് ഒരു അതിഥിയല്ലേ. ഈ കല്യാണം കഴിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അമ്മേ, കോംപ്ലിക്കേറ്റഡ് ആണോ ചോദിച്ചാ ആണ്, പക്ഷെ അതല്ല അതിന്റെ ഒരു രസം. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്റെ സങ്കല്പത്തിൽ ഒരു ഹസ്ബൻഡ് ആവാൻ പറ്റിക്കോളന്നില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. എന്റെ പാർട്ണർ എനിക്ക് അവൈലബിൾ ആയിരിക്കണം, ആ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. അതെന്തായാലും ആയിരിക്കും. കാരണം ദൈവം സഹായിച്ചപ്പോ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. എപ്പോഴും കൂടെ കാണും. തന്റെ ഈ ഹോണസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. എനിക്ക് ഈ അറേഞ്ച്ഡ് മാരേജേ താല്പര്യമില്ലായിരുന്നു. ഒരാൾ ചായ കുടിച്ചും മറ്റൊരാളത് കുടിപ്പിച്ചും തുടങ്ങുന്ന ഒരു ബന്ധം, അതല്ലേ? പരിചയപ്പെട്ടിട്ട് ഇപ്പഴേ ചോദിക്കണേന്ന് തോന്നരുത്. ഇയാൾക്കപ്പോ വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലേ? എന്റെ ഭാഗത്ത് അതിന് നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ എഫേർട്ടൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയില്ല. അല്ല, അതിൽ വലിയ വിഷമമില്ല കേട്ടോ. നമ്മളിപ്പം കണ്ടിട്ട് 1 മാസം ആവുന്നല്ലേ ഉള്ളൂ. ഏകദേശം. അതിന്റെ ഉള്ളിൽ തനിക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം ക്വാളിറ്റീസ് ഉള്ള ഒരാളൊന്നല്ല ഞാൻ, എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ നമ്മൾ രണ്ടുപേരും നല്ല തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നേതി ആയിട്ടുണ്ടാവും തോന്നൂ അല്ലേ? കല്യാണത്തിന് ശേഷം എന്നെ ചേട്ടാന്നാണ് വിളിക്കുക. അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കണോ? അല്ല, ചോദിച്ചെന്നുള്ളൂ.